സ്വന്തം മിഥില മിസ് ആണ്. നാളെയാണ് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും +1 കെമിസ്ട്രിയുടെ എക്സാം വരുന്നത്. എല്ലാവരും ഒരേ ടെൻഷനിലായിരിക്കും അല്ലെ മക്കളെ? ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒന്നിച്ച് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എന്റെ കുട്ടികൾ എല്ലാവരും മുഴുവനായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു തീർക്കണം. 45 മാർക്ക് വരെ നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും തന്നെ സമയം കളയുന്നില്ല മക്കളെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. The IUPAC name of an element with atomic number 1, 2, 3 എത്രയാ വരിക? 123 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ IUPAC നെയിമിംഗ് നമ്മൾ എങ്ങനെയാ നടത്തുക? ഒന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് അൺ എന്ന് കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ ഉൻ എന്ന് കൊടുക്കാം. ഇനി രണ്ടാണ് വരുന്നതെങ്കിലോ ബൈ ആണ്. മൂന്നാണ് വരുന്നതെങ്കിലോ ട്രൈ ആണ് അല്ലെ. ഇനി പേര് എൻഡ് ചെയ്യുമ്പോ നമ്മൾ UM ചേർക്കണം. അപ്പൊ അൺ ബൈ ട്രയം, ഉൻ ബൈ ട്രയം എന്ന് നമുക്ക് ഇവനെ വിളിക്കാം. ഈ നമ്പർ തന്നെ വരണം എന്നില്ല, വേറെ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം. ജനറലി ചോദിക്കുന്നത് 102, 11, 12 ഒക്കെയാണ്. ഇതും ചോദിക്കാം, ഏതും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് O2 മോളിക്യൂൾ. അപ്പൊ മക്കളെ O2 മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഒന്നുകിൽ O2 അല്ലെങ്കിൽ F2 അല്ലെങ്കിൽ N2 ഇത് മൂന്നിൽ ആരുടെ വേണമെങ്കിലും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ O2 ആണ്. നമുക്ക് O2 എഴുതി നോക്കാം. O2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഇൻ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? 16 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാ നമുക്ക് വരിക? 16 എന്ന് പറയുമ്പോൾ 14 വരെ ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഓർഡറും, 14ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കോൺഫിഗറേഷൻ എഴുതാനുള്ള ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ നമുക്ക് എഴുതി തുടങ്ങാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ സ്റ്റാർ 1s2. ഇനി എങ്ങനെ വരിക? സിഗ്മ 2s2 ആൻഡ് സിഗ്മ സ്റ്റാർ 2s2. ഇപ്പൊ 8 ഇലക്ട്രോൺസ് കഴിഞ്ഞു. ഇനി 16 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. ഇനി നമുക്കറിയാം, ഇനി നമ്മൾ ഇലക്ട്രോൺ എങ്ങോട്ടാ കൊടുക്കേണ്ടത്? നോർമലി നമ്മൾ π2pxലും π2pyലും കൊടുക്കണം അല്ലെ. ഇവിടെ 14ൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് എനർജി ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുക്കേണ്ടത് സിഗ്മ 2pzലാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ π2pxലും π2pyലും കയറ്റുക. ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 2, 4, 6, 8, 10 അല്ലെ. അപ്പോൾ 12, 14. ഇനി 2 ഇലക്ട്രോൺ മിച്ചമുണ്ട്. ഈ 2 ഇലക്ട്രോണിനെ ഓരോന്നിനെയുമായിട്ട് നമ്മൾ π*2pxലും കൊടുക്കുന്നു, π*2pyലും കൊടുക്കുന്നു. ഇതാണ് O2 മോളിക്യൂളിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. റെഡി? ഇനി എന്താ? ഡ്രോ ദ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ മക്കളെ, ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് സ്കെയിലും പെൻസിലും വെച്ച് വരച്ചു കൊടുക്കുക. ഞാൻ വരച്ചതുപോലെയല്ല, നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. അതേപോലെ പകുതി ഒരു പേജില്, പകുതി ഇപ്പുറത്തെ പേജില് എന്ന് ചിന്തിക്കരുത്. ഒറ്റ പേജ് എടുത്ത് വൃത്തിയായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പൊ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s അല്ലെ. സിഗ്മ 1sൽ 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 1sലും 2 ഇലക്ട്രോൺ. സിഗ്മ 2sൽ 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 2xലും 2 ഇലക്ട്രോൺ. ഇനി സിഗ്മ 2pzൽ 2 ഇലക്ട്രോൺ ഉണ്ട്. π2pxലും π2pyലും 2 ഇലക്ട്രോൺസ് വീതമുണ്ട് അല്ലെ. π*2pxൽ 1 ഇലക്ട്രോൺ, π*2pyൽ 1 ഇലക്ട്രോൺ. ഓക്കെ, ഇതാണ് ഇവന്റെ ഓർബിറ്റൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ. 1s2, 2s2, ഇനി എങ്ങനെയാ വരിക? 2s2, 1s2, 2s2, 2p4 ആണ്. അപ്പൊ ഇതും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. റെഡി? യെസ്. ഇനി അടുത്ത നോക്കിക്കാൻ മക്കളെ. അക്കൗണ്ട് ഫോർ ഇസ് മാഗ്നറ്റിക് നേച്ചർ. അപ്പൊ മാഗ്നറ്റിക് നേച്ചർ പറയുമ്പോൾ നമ്മൾ ആരെയാ നോക്കേണ്ടത്? അൺപെയ്ഡ് ഇലക്ട്രോൺസിനെയാണ്. ഒരാളുടെ കയ്യിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ പാരാമാഗ്നറ്റിക് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല എങ്കിൽ അവൻ ഡയാമാഗ്നറ്റിക് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ ഒറ്റയ്ക്ക് ഇലക്ട്രോൺ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇലക്ട്രോൺ അൺപെയ്ഡ് ആണ്. ഇവിടെ π*2pxലും π*2pyലും ഒറ്റയ്ക്ക് ഓരോ ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ മക്കളെ? ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്.
രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇവൻ എന്ത് നേച്ചറാ മക്കളെ? ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? ഇവന് പാരാമാഗ്നറ്റിക് നേച്ചർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരും തന്നെ സ്കിപ്പ് ചെയ്ത് കളയരുത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഡിഫൈൻ pH ഓഫ് എ സൊല്യൂഷൻ. കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 മോളാർ HCl ആണ്. pH നെ നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്യാം? pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം മക്കളെ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയാം അല്ലെ. pH is equal to നെഗറ്റീവ് ലോഗ് ഓഫ് H+ കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം. ഇനി എന്താ? കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 മോളാർ HCl എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ HCl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മോണോഫ്ലോട്ടിക് ആസിഡ് ആണ്, ഒരു H+ റിലീസ് ചെയ്യുന്ന ആസിഡ് ആണ് അല്ലെ. അപ്പൊ 1 മോൾ HCl നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മോൾ HCl എടുത്തു കഴിഞ്ഞാൽ 1 മോള് H+ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. ഇനി 0.01 മോൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അത്രയും മോളാർ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 0.01 മോളാർ കോൺസെൻട്രേഷനിൽ തന്നെയാണ് നമുക്ക് H+ കിട്ടുക. ഇതൊന്ന് മനസ്സിൽ വെക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ കൊടുക്കാം. pH is equal to നെഗറ്റീവ് ലോഗ് ഓഫ് H+ കോൺസെൻട്രേഷൻ ആണ് അല്ലെ. 0.01 മോളാർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള H+ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 0.01 മോളാർ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം pH is equal to നെഗറ്റീവ് ലോഗ് ഓഫ് 0.01 എന്ന് പറയാം. ഇനി മക്കളെ 0.01നെ നമുക്ക് 1/100 എന്ന് എഴുതിക്കൂടെ? pH is equal to നെഗറ്റീവ് ലോഗ് ഓഫ്, ഈ 0.01 എന്ന് പറഞ്ഞാൽ 1/100 ആണ് അല്ലെ. അപ്പൊ ഞാൻ എഴുതുന്നു 1/100 എന്ന് എഴുതുന്നു. ഇനി pH is equal to നെഗറ്റീവ് ലോഗ് ഓഫ് 1/100നെ എനിക്ക് എങ്ങനെ പറയാം? 10⁻² എന്ന് പറയാം. ശരിയല്ലേ? 10⁻². അപ്പൊ ലോഗ് 10⁻² എന്ന് പറഞ്ഞാൽ 2 log 10 ആണ് അല്ലെ. -2 log 10 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടും -2 into log 10 ആണ്. log 10 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാ? log 10ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ pH is equal to, ഈ മൈനസും ക്യാൻസൽ ചെയ്ത് പ്ലസ് ആകും, നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു 0.01 മോളാർ HClന്റെ pH എന്ന് പറയുന്നത് 2 ആണ്. ആസിഡിക് നേച്ചർ ഉള്ള ആളാണ്. ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപെരിക്കൽ ഫോർമുല. എങ്ങനെയാ നമ്മൾ റിലേഷൻഷിപ്പ് പറയാ? മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു n ഇൻറ്റു എംപെരിക്കൽ ഫോർമുലയാണ്. എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിച്ച n എന്നൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മോളിക്കുലാർ ഫോർമുലയിലേക്ക് നമുക്ക് എത്താം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പൊ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്റെ കുട്ടികൾ ആദ്യം തന്നെ ഒരു പെട്ടി വരയ്ക്കണം. ഇവിടെ ആരെയൊക്കെ തന്നിട്ടുണ്ടാ നോക്കിക്കേ. ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലെ. അപ്പൊ പെട്ടിക്കുള്ളില് 3 കോളങ്ങൾ ഞാൻ വരയ്ക്കുന്നുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഇവര് 3 പേർക്കും ഇരിക്കാൻ ഞാൻ 3 കോളങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഇവിടെ കാർബൺ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ക്ലോറിൻ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചോദ്യത്തിൽ തന്നിട്ടുള്ള ആ ഒരു റിലേറ്റീവ് പെർസെന്റേജ് നിങ്ങൾ എഴുതുക. എത്ര പെർസെന്റേജാ? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4.07% ആണ്. അയ്യോ സോറി, മാറിപ്പോയില്ല എഴുതിയത്. ഹൈഡ്രജൻ 4. നടക്കൂലടാ. ഹൈഡ്രജൻ എത്ര പെർസെന്റേജാ? ഹൈഡ്രജൻ 4.07% ആണ്. കാർബൺ എന്ന് പറയുമ്പോൾ 24.27% ആണ്. ക്ലോറിൻ ആണെങ്കിൽ മക്കളെ 71. ഇവിടെ 71.65% ആണ്. ആണോ? 65% ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടിക്കുള്ളിൽ എഴുതി. ഇനി ഇവരുടെ എല്ലാവരുടെയും റിലേറ്റീവ് അറ്റോമിക് മാസ് എഴുതണം. കാർബണിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയാ? കാർബണിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് 12. ഇനി ഹൈഡ്രജന്റെ എത്രയാ? 1. ക്ലോറിന്റെ എത്രയാ മക്കളെ? ക്ലോറിന്റേത് 35.5 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള റിലേറ്റീവ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 24 ഓരോ തന്നിട്ടുള്ള പെർസെന്റേജിനെയും അവരുടെ റിലേറ്റീവ് അറ്റോമിക് മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 24 ഡിവൈഡഡ് ബൈ 27 ഏകദേശം റൗണ്ടിൽ എടുത്താൽ 2 എന്ന് കിട്ടും. 4.07 ഡിവൈഡഡ് ബൈ 1 നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം, 4 എന്ന് കിട്ടും. 71.65 ഡിവൈഡഡ് ബൈ 35.5 ചെയ്താലും റൗണ്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സിംപ്ലസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. റിലേറ്റീവ് റേഷ്യോ കണ്ടുപിടിച്ചാൽ റിലേറ്റീവ്
റേഷ്യോ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടുത്തെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കണം. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മൾ റിലേറ്റീവ് റേഷ്യോ കണ്ടുപിടിച്ചില്ലേ, ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ ചെറിയ നമ്പർ ആരാ? 2. ഈ 2 കൊണ്ട് എല്ലാവരെയും ഒന്ന് ഡിവൈഡ് ചെയ്തേ. 2/2 1, 4/2 2, 2/2 1. അപ്പൊ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത് മക്കളെ, അതായത് നമ്മുടെ എംപെരിക്കൽ ഫോർമുല അത് തന്നെയല്ലേ. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോനെയാണ് നമ്മൾ എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടുത്തെ എംപെരിക്കൽ ഫോർമുലയാണ് CH2Cl എന്ന് കിട്ടും. ഇനി മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ n എന്നൊരു നമ്പർ കൊണ്ട് നമ്മൾ എംപെരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കിനി വേണ്ടത് n ആണ്. ഈ n നെ എങ്ങനെ കണ്ടെത്തും? n എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ് ആണ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലേ, 98.96 ഗ്രാം ആണ് മോളിക്കുലാർ മാസ് എന്ന് തന്നിട്ടുണ്ട്. ഈ മോളിക്കുലാർ മാസിനെ ഇവിടെയുള്ള എംപെരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എംപെരിക്കൽ ഫോർമുല മാസ് എത്രയാ മക്കളെ കിട്ടുക? CH2Cl ആണ്. ഒരു കാർബൺ 12, 2 ഹൈഡ്രജൻ 2, ഒരു ക്ലോറിൻ 35.5, എല്ലാം കൂടെ കൂട്ടുമ്പോ 49.5 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 98.96 ഡിവൈഡഡ് ബൈ 49.5 ആണ്. ഓൾമോസ്റ്റ് 1.9, അതായത് 2 എന്ന് കിട്ടും. അപ്പൊ എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഈ 2 കൊണ്ട് നമ്മൾ എൻറ്റയർ എംപെരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇൻറ്റു, അല്ലെങ്കിൽ ഇങ്ങനെ പറയാലോ, 2 ഇൻറ്റു CH2Cl ആണ്. അപ്പൊ എത്രയാ മക്കളെ കിട്ടുക? C2H4Cl2 എന്ന് വരും. ഇതാണ് ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ മാസ് കൂട്ടി നോക്കാം. കറക്റ്റ് ഇവര് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് തന്നെ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലെ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ കുഞ്ഞുങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ഓഫ് വെലോസിറ്റി 1.6 × 10⁻⁶ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? lambda is equal to h/mv ആണ്. where h is the Planck's constant. മക്കളെ ചിലപ്പോൾ ഇക്വേഷൻ തന്നിട്ട് ഇക്വേഷനിലെ ടൈം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് പഠിച്ചിരിക്കുക. h എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലെ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാ? 6.626 ഇൻറ്റു 10⁻⁻34 ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. മറക്കരുത്. ഇനി m എന്ന് പറഞ്ഞാൽ മാസ് ആണ്. ഇവിടെ ഇലക്ട്രോൺ ആണ്. അപ്പൊ മാസ് എടുക്കണം. തന്നിട്ടുള്ള ആളുടെ മാസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയാം അല്ലെ? ഇവിടെ ഇലക്ട്രോൺ ആണ്. സോ നമ്മൾ എടുക്കേണ്ടത് ഇലക്ട്രോണിന്റെ മാസ് ആണ്. അതെത്രയാ? 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇനി v എന്ന് പറഞ്ഞാൽ ആരാ? v എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള വെലോസിറ്റി ആണ്. ഇത്രയും ആൾക്കാർ ആരാണെന്ന് മനസ്സിലായാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ ലാംഡ ഈസ് ഈക്വൽ ടു 6.626 into 10⁻⁻34 divided by 9.1 into 10⁻⁻31 into velocity ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.6 into 10⁻6 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ ഇത് ചെയ്യാ. ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാ? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് വേഗം തന്നെ കാൽക്കുലേഷൻ ചെയ്ത് കളയാം. 9.1 into 1.6 ചെയ്ത് കഴിഞ്ഞാൽ 14.56 ആണ്. അപ്പൊ 6.626 ഡിവൈഡഡ് ബൈ 14.56 ചെയ്ത് കഴിഞ്ഞാൽ 0.455 എന്ന് വരും. അതേ ഇൻറ്റു ഇനി 10ന്റെ പവർ ഉണ്ട്. ഈ 6നെ മേലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 6നെയും ഈ -31നെയും നമുക്ക് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലെ? അപ്പൊ -31 + 6 ആണ് 10⁻⁻25 എന്ന് വരും. 10⁻⁻25 മേലെ പോകുമ്പോൾ 10⁻25 ആയി. അപ്പൊ 10⁻25ഉം -34ഉം ക്യാൻസൽ ചെയ്താൽ 10⁻9 എന്ന് വരും. അപ്പൊ 0.455 ഇൻറ്റു 10⁻9 അല്ലെങ്കിൽ 4.55 ഇൻറ്റു 10⁻10 മീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെയല്ല എങ്കിൽ 10⁻10 എന്ന് പറഞ്ഞാൽ 1 ആംസ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് 4.55 ഇൻറ്റു ആംസ്ട്രോങ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, 4.55 ആംസ്ട്രോങ് എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്ലോറിൻ ഹാസ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ. വൈ?
നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? സൈസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. ഫ്ലൂറിന്റെ കേസിലേക്ക് ഇലക്ട്രോൺ വരുന്നത് എങ്ങോട്ടാ മക്കളെ? ഫ്ലൂറിന്റെ കേസിലേക്ക് ഇലക്ട്രോൺ വരുന്നത് 1s2 2s2 2p5 അല്ലെ, 2p in the case of chlorine ആണെങ്കിലോ 3p ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ ക്ലോറിന്റെ സൈസ് കൂടുതലാ, ഫ്ലൂറിന്റെ സൈസ് കുറവാണ്, ശരിയല്ലേ? അപ്പൊ ഫ്ലൂറിന്റെ കേസില് ഇന്റർ ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുതലാ. അപ്പൊ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള ഇഷ്ടം നമ്മുടെ ഫ്ലൂറിന് വളരെ കുറവാണ്. സോ നമുക്ക് പറയാം ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ ബിക്കോസ് ഇറ്റ് ഹാസ് എ ലാർജർ അറ്റോമിക് സൈസ് ദാൻ ഫ്ലൂറിൻ, ശരിയല്ലേ? അപ്പൊ ക്ലോറിന് ഈസി ആയിട്ട് ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫ്ലൂറിന്റെ കേസിൽ സ്ട്രോങ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻസ് ഉണ്ട്. ക്ലോറിന്റെ കേസിൽ അങ്ങനെയല്ല. അപ്പൊ ഫ്ലൂറിന് ഇലക്ട്രോൺസിനെ മേടിക്കാൻ മടിയാണ്. ഈ 2 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചോളാം, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്, ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കും, ഉറപ്പായിട്ടും പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? എന്താ മക്കളെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരെ അല്ലെ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇനി താഴെ തന്നിട്ടുള്ളവരിൽ നിന്നും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കണ്ടെത്താം. നോക്കാം. N- എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു നൈട്രജന്റെ കയ്യിൽ 7 ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോണും കൂടെ വന്നു, 8 ഇലക്ട്രോൺസ് ആണ്. O2- എന്ന് പറയുമ്പോൾ അവിടെ 10 ഇലക്ട്രോൺസ് ആണ്. Al2+ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസാ? അലൂമിനിയത്തിന്റെ കയ്യിൽ നോർമലി 13 ആണ്. 2+ എന്ന് പറയുമ്പോൾ 2 പോയി, അപ്പൊ 11 ഇലക്ട്രോൺ. Mg2+ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിന്റെ കയ്യിൽ ശരിക്കും 12 ഇലക്ട്രോൺസ് ഉണ്ട്, ഇപ്പൊ 2 പോയി, 10 ഇലക്ട്രോൺസ് ആണ്. Cl- എന്ന് പറഞ്ഞാൽ 17 ഓൾറെഡി ഉണ്ട്, എക്സ്ട്രാ ഒന്ന് കിട്ടി, ഇപ്പൊ 18 ഇലക്ട്രോൺ. Na+ എന്ന് പറഞ്ഞാലും 10 ഇലക്ട്രോൺസ്, F- എന്ന് പറഞ്ഞാലും 10 ഇലക്ട്രോൺസ്. ആരൊക്കെയാ? O2-, Mg2+, Na+, F-. ഇവര് 4 പേരുമാണ് ഇവിടുത്തെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അതായത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത്. റെഡി? Next question, define hybridization. This is a super duper important question. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൈബ്രിഡൈസേഷൻ പറയാ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്ലൈറ്റ്ലി എനർജി ഡിഫറൻസ് ഉള്ള, എനർജിയിൽ ചെറിയ വ്യത്യാസമുള്ള ആൾക്കാരെ തമ്മിൽ നമ്മൾ ഇന്റർമിക്സിംഗ് ആണ് അല്ലെ. ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ് ഡിഫറെന്റ് എനർജീസ്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും? സെയിം എനർജിയും സെയിം ഷേപ്പുമുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ നമുക്ക് കിട്ടും. ഈ പ്രോസസ്സിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. കുറെ ഹൈബ്രിഡൈസേഷൻ തന്നിട്ടുണ്ട്, അപ്പൊ ഹൈബ്രിഡൈസേഷൻ മാച്ച് ചെയ്യണം മക്കളെ. sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പാ? ലീനിയർ ഷേപ്പ് ആണ്. ബോണ്ട് ആംഗിളും കൂടെ പഠിച്ചിരിക്കാം. 120 ഡിഗ്രി ആയിരിക്കും ബോണ്ട് ആംഗിൾ. ഇനി sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ആണ്. സോറി, ലീനിയറിന്റെക്ക് വരുമ്പോൾ 120 ഡിഗ്രി അല്ലല്ലോ, സോറി മക്കളെ, 180 ഡിഗ്രി ആണ്. ട്രയാഗണൽ പ്ലാനാർ എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. sp3 എന്ന് പറയുമ്പോൾ ടെട്രാഹീഡ്രൽ ആണ് ഷേപ്പ് വരുന്നത് വിത്ത് ബോണ്ട് ആംഗിൾ ഓഫ് 109.5 ഡിഗ്രി. അപ്പൊ നിങ്ങൾ അമോണിയം വാട്ടറിനെയും കൂടെ ഓർക്കണേ, അവരുടെ ബോണ്ട് ആംഗിളിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്കത്തെ നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് വരണം. സൂപ്പർ 16 നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി sp3d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? sp3d എന്ന് പറയുമ്പോൾ ട്രയാഗണൽ ബൈ പിരമിഡൽ ആണ് ബോണ്ട് അല്ലെ ഷേപ്പ് വരുന്നത് വിത്ത് ബോണ്ട് ആംഗിൾ. 2 ടൈപ്പ് ബോണ്ട് ആംഗിൾ ഉണ്ട്, അവിടെ 90 ഡിഗ്രി ഉണ്ട്, 120 ഡിഗ്രി ഉണ്ടാവും. നമ്മുടെ ഇക്വറ്റോറിയലും ആക്സിയൽ ബോണ്ടും ഉണ്ട്, ഇക്വറ്റോറിയൽ ബോണ്ടും ഉണ്ട്, അത് ഓർത്തിരിക്കുക. ഇനി ലാസ്റ്റ് ഒരാളും കൂടെ ഉണ്ടല്ലോ, ഒക്ടാഹീഡ്രൽ. ഒക്ടാഹീഡ്രൽ ഷേപ്പ് വരണമെങ്കിൽ ഏത് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ അവിടെ വരേണ്ടത്? sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ ഷേപ്പ് ആയിരിക്കും, 90 ആയിരിക്കും ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇതിന് എക്സാമ്പിളൂടെ നിങ്ങൾ പഠിക്കണം. sp ഹൈബ്രിഡൈസേഷന് നമ്മുടെ BeCl2 പോലെയുള്ള ആൾക്കാരെ പഠിക്കാം. sp2 എന്ന് പറയുമ്പോൾ BF3നെ പഠിക്കാം. sp3യും sp3dക്കും എല്ലാം, sp3ക്ക് മീഥേനെ ഓർക്കാം, sp3dക്ക് PCl5നെ ഓർത്തിരിക്കാം, sp3d2ന് SF6നെ ഓർത്തിരിക്കാം. വിത്ത് എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓക്യുപൈഡ് ബൈ 8.8 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ STPയിൽ 1 മോൾ ഏത് ഗ്യാസിനെ കൊണ്ടുവച്ചാലും, നമ്മൾ ഏത് ഗ്യാസിനെയും എടുത്തു, 1 മോൾ അറ്റ് STPയിൽ 1 മോൾ ആണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ അതിന്റെ വോളിയം എത്രയാ? 22.4 ലിറ്റർ ആണ്.
ശരിയല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ ബേസിക്കലി എത്ര മോൾ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന മാസിനെ നമുക്ക് മോളിലേക്ക് കൺവേർട്ട് ചെയ്യാം. കുറച്ച് മാസ് തന്നിട്ട് അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, സോ ഞാൻ ഗ്രാം മോളിക്കുലാർ മാസ് എടുക്കുന്നു. ഗിവൺ മാസ് എത്രയാ? 8.8 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എത്രയാ? 44 ആണ്. അപ്പൊ 8.8 ഡിവൈഡഡ് ബൈ 44 ആണ്. 0.2 മോൾസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ മക്കളെ ഒരു മോള് 22.4 ലിറ്റർ തരുമെങ്കിൽ 0.2 മോൾ എത്രയാ നമുക്ക് തരിക? 22.4 ഇൻറ്റു 0.2 ചെയ്താൽ മതി അല്ലെ? അപ്പൊ എത്രയാ മക്കളെ ആൻസർ വരെ? 22.4 ഇൻറ്റു 0.2 ചെയ്താൽ 4.48 ലിറ്റേഴ്സ് എന്ന് വരും. അപ്പൊ 8.8 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4.48 ലിറ്റർ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് മോളിക്യൂൾ? ഈഥീനും ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ബോണ്ട് അല്ലെ, എല്ലാ സിംഗിൾ ബോണ്ടും ആദ്യം ഫോം ചെയ്യുന്ന ബോണ്ടുകളൊക്കെ സിഗ്മ ബോണ്ട് ആണ്. അതിനുശേഷമാണ് അവിടെ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈഥെയിൻ എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ഉള്ള ആൽക്കെയിൻ ആണ്. അപ്പൊ ഈഥേൻ എന്ന് പറയുമ്പോൾ മക്കളെ ഇതാ ഇങ്ങനെയാണ് ഇവന്റെ ഷേപ്പ് വരുന്നത്. ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ ഇവിടെ എല്ലാ ബോണ്ടുകളും സിഗ്മ അല്ലേ? അപ്പൊ ഇവിടുത്തെ എല്ലാ ബോണ്ടുകളും സിംഗിൾ ബോണ്ട് ആണ്. സോ എല്ലാ ബോണ്ടുകളും സിഗ്മയാണ് എന്ന് പറയാം. അപ്പൊ ഇത് 1 2 3 4 5 6 7. അപ്പൊ ഈഥെയിൻ മോളിക്യൂളിൽ 7 സിഗ്മ ബോണ്ടുകളാണ് ഉള്ളത്. ഇനി ഈഥീൻ ആണ്, ആൽക്കീൻ ആണ്. 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. ഇങ്ങനെയാണ് ഈഥീൻ മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാ വരാ? സിംഗിൾ ബോണ്ട്സ് ഒക്കെ എന്തായാലും സിഗ്മയാണ്. ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ. അപ്പൊ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആദ്യത്തെ ഒരു ബോണ്ട് സിഗ്മയാണ്, രണ്ടാമത് ഫോം ചെയ്യുന്ന ബോണ്ടാണ് പൈ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എത്ര സിഗ്മയുണ്ട്? 1 2 3 4 5. 5 സിഗ്മയും ഒരു പൈയുമാണ് ഈഥീൻ മോളിക്യൂളിൽ ഉള്ളത്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റേറ്റ് ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്, ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച്. ലൂയിസ് കോൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഡൊണേറ്റ് ചെയ്യുന്നവരും അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ. ഒരു ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവരെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആണ് H+, BF3, SO3 ഒക്കെ. ഇനി ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരെ നമ്മൾ ലൂയിസിന്റെ ബേസ് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ലൂയിസിന്റെ ബേസുകൾ എടുത്താൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ് നമ്മുടെ അമോണിയ, OH- ഒക്കെ. അപ്പൊ ലൂയിസ് ആസിഡും ബേസും കറക്റ്റ് ആയിട്ട് പഠിക്കുക. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരും, ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവരുമാണ്. ഡിഫറൻസും എക്സാമ്പിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ കെമിക്കൽ ഫോർമുലയാണ് മക്കളെ. ടിൻ 4 ഓക്സൈഡ് ആണ് അല്ലെ. അപ്പൊ ടിന്നിന്റെ സിമ്പൽ എഴുതി, ഓക്സിജന്റെ സിമ്പൽ എഴുതി. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ശരിയല്ലേ? അപ്പൊ ടിന്നിന് അങ്ങനെയാണെങ്കിൽ +2 ആണ് വരേണ്ടത്. +4 എന്ന് പറഞ്ഞാൽ അവിടെ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. ഇനി അടുത്തത് അയൺ 3 സൾഫേറ്റ് ആണ്. അയൺ 3 സൾഫേറ്റ് എന്ന് പറയുമ്പോൾ മക്കളെ FeSO4 ആണ് ജനറൽ ഫോർമുല. സൾഫേറ്റിന്റെ വാലൻസി 2 ആണ്, അത് അയണിന് കൊടുക്കുന്നു. അയണിന്റെ വാലൻസി ഇവിടെ 3 ആണ്, അത് സൾഫേറ്റിന് കൊടുക്കുന്നു. അപ്പൊ Fe2SO4 ത്രൈസ് ആണ് അയൺ 3 സൾഫേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റോക്ക് നൊട്ടേഷൻ തന്നിട്ട് ഫോർമുല എഴുതാനും പറയും. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്? മക്കളെ ഏതൊക്കെയാണ്? 4 ടൈപ്പ് ഉണ്ട്. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ വെറുതെ നിങ്ങൾക്ക് 3 മാർക്ക് 4 മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. വെറുതെ കൊണ്ട് ആ മാർക്ക് കളയരുത് കേട്ടോ. അടുത്ത ചോദ്യം, ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി 4 gram of hydrogen reacts with
64 gram of oxygen to give water. ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ വേഗത്തിൽ കൺസ്യൂം ആയി പോകുന്ന ആളെ അല്ലെ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കാം. ഈ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് ഇവിടെ എത്ര പ്രോഡക്റ്റ് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ മക്കളെ, ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറുന്നു. അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2H2 plus O2 gives 2H2O. ഇനി നിങ്ങൾ ഇതിനൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ നമുക്ക് കിട്ടും അല്ലെ. അതിന്റെ അർത്ഥം 32 ഗ്രാം ഓക്സിജനെ റിയാക്ട് ചെയ്യാൻ നമുക്ക് 4 ഗ്രാം ഹൈഡ്രജൻ വേണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓക്സിജനെ റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 32 ഗ്രാം ഓക്സിജനെ റിയാക്ട് ചെയ്യാൻ 4 ഗ്രാം ഹൈഡ്രജൻ വേണം. അപ്പൊ 1 ഗ്രാം ഓക്സിജന് റിയാക്ട് ചെയ്യണമെങ്കിൽ 4/32 ഗ്രാം ഹൈഡ്രജൻ ആണ് വേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഓക്സിജൻ ഉള്ളത്? 64 ഗ്രാം ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, 1 ഗ്രാം ഓക്സിജന് റിയാക്ട് ചെയ്യാൻ 4/32 ഗ്രാം ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാം ഓക്സിജന് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണം? എത്ര വേണം? 4/32 into 64 ചെയ്താൽ മതി. ശരിയല്ലേ? സംശയം വരണ്ട. നോക്കിക്കോ, ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. 32 ഗ്രാമിന് 4 ഗ്രാം വേണം. അപ്പൊ 1 ഗ്രാമിന് എത്ര വേണം? 4/32 വേണം. അപ്പൊ 64 ഗ്രാമിന് എത്ര വേണം? 4/32 into 64 വേണം അല്ലെ. ഈ 64നെയും 32നെയും നമുക്ക് വെട്ടാം. 2 എന്ന് കിട്ടും. അപ്പൊ 8 ഗ്രാം എന്ന് കിട്ടും. മക്കളെ, 64 ഗ്രാം ഓക്സിജന് റിയാക്ട് ചെയ്യാൻ 64 ഗ്രാം ഓക്സിജൻ നീഡ്സ് എത്ര വേണം? 8 ഗ്രാം ഹൈഡ്രജൻ. ഇവിടെ എത്രയുള്ളൂ? ബട്ട് വി ഹാവ് ഓൺലി 4 ഗ്രാം. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 4 ഗ്രാം. അപ്പൊ 64 ഗ്രാമിനെ റിയാക്ട് ചെയ്യാനുള്ള ഹൈഡ്രജൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഹൈഡ്രജൻ വേഗത്തിൽ തീർന്നു പോകൂലേ? പോകും. അപ്പൊ ആരാ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്? H2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നമുക്ക് പറയാം. മക്കളെ, ഈ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. കോപ്പറും ക്രോമിയവുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? ആർഗൺ 3d10 4s1 ആണ്. ക്രോമിയം എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 24 ആണ്. സോ ആർഗൺ 3d5 4s1 ആണ്. നിങ്ങൾ ചത്താലും മറക്കരുത് ഈ രണ്ട് കോൺഫിഗറേഷൻ. എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എങ്ങനെ ഇവർക്ക് സ്റ്റെബിലിറ്റി കിട്ടാ? കംപ്ലീറ്റ്ലി ഫിൽഡും ഹാഫ് ഫിൽഡും ആയിട്ടുള്ള ഡി സബ് ഷെല്ലാണെങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും അല്ലെ. അപ്പൊ ഇവരുടെ കയ്യിൽ ഹാഫ് ഫിൽഡ് ഡി സബ് ഷെല്ലുണ്ട്. ക്രോമിയത്തിന്റെ കയ്യിൽ, കോപ്പറിന്റെ കയ്യിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ് ഷെല്ലുണ്ട്. അങ്ങനെ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടും. ഈ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അറേഞ്ച്മെന്റ് കാണിക്കുന്നത്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ബോണ്ട് ഓർഡർ എന്താണെന്ന് പറയണം. He2+ ഈ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം. ഓക്കെ, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? He2+ എന്ന് പറയുമ്പോൾ He2+ ആണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. എങ്ങനെയാ നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക? അക്കോർഡിംഗ് ടു MOT മോളിക്കുലർ ഓർബിറ്റൽ തിയറി അനുസരിച്ച് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2 ആണ്. നിങ്ങൾ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് വ്യാരി വലിച്ചെഴുതിയില്ലേലും ഇങ്ങനെ എഴുതി കൊടുത്താലും മാർക്ക് കിട്ടും കേട്ടോ. ഇനി He2+ന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇവന്റെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം. He2+ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺ. He2 ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ He2 എന്ന് പറയുമ്പോൾ അവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. He2+ എന്ന് പറയുമ്പോൾ 2+ എന്ന് പറയുമ്പോൾ അവിടുന്ന് 1 ഇലക്ട്രോണും കൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ ടോട്ടൽ 3 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഇവന്റെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വിൽ ബി σ1s2 σ*1s1 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു NB മൈനസ് NA ഡിവൈഡഡ് ബൈ 2 ആണ്. NB എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ഇലക്ട്രോൺ ആണ്, അത് 2 ആണ്. NA എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കുക. ഈ സ്റ്റാർ ഇട്ടെടുത്ത് എത്ര ഇലക്ട്രോൺ എന്ന് നോക്കിയാൽ മതി. സ്റ്റാർ ഇട്ടെടുത്ത് 1 ഇലക്ട്രോൺ. അപ്പൊ 2 - 1/2. ശരിയല്ലേ? അപ്പൊ എത്രയാ മക്കളെ? 2 - 1 1 ആണ്. 1/2 അല്ലെങ്കിൽ 0.5 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് He2+ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്.
സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. predict the condition to be applied for the maximum production of ammonia from the following reaction. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ലേ ഷാഡ്ലർ പ്രിൻസിപ്പളിന്റെ ആപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ മക്കളെ ഇവിടെ ഡെൽറ്റ എച്ച് -92 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നു, ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ശരി, ഇനി നോക്കിക്കേ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് അമോണിയനെ നീക്കം ചെയ്യാം അല്ലെ. റിമൂവ് അമോണിയ. നമ്മൾ അമോണിയനെ നീക്കം ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മൾ അമോണിയനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കൂടുതൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാം അല്ലെ. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജന്റെയും ഹൈഡ്രജന്റെയും കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിയാൽ നമ്മുടെ സിസ്റ്റം അത് കുറയ്ക്കാനായിട്ട് നോക്കും അല്ലെ. അപ്പൊ അവരെ പിടിച്ച് നേരെ അമോണിയ ആക്കി മാറ്റും. ഏതെങ്കിലും 2 കണ്ടീഷൻ എഴുതാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതാം. ഇനി അതല്ല എങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും റിലേറ്റഡ് ആയിട്ട് കണ്ടീഷൻസ് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, വാട്ട് ആർ ദ 4 ക്വാണ്ടം നമ്പേഴ്സ്? റൈറ്റ് ദ വാല്യൂ ഫോർ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ്, നോക്കിക്കേ മക്കളെ, സോഡിയം ആറ്റം. ഏതൊക്കെ 4 ക്വാണ്ടം നമ്പേഴ്സ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലെ. N ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L, M, S. ഇതാണ് നമ്മുടെ 4 ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ സോഡിയത്തിലെ ലാസ്റ്റ് ഇലക്ട്രോൺസിന്റെ ഈ 4 ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരികയെന്നറിയോ? നിയോൺ 3s1 ആണ്. സോഡിയം ഇസ് ഈക്വൽ ടു നിയോൺ 3s1 ആണ്. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈ 3s ഓർബിറ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്, അവന്റെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കണം. അപ്പൊ മക്കളെ, എന്നിന്റെ വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്ങനെയാ വരിക? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ നമ്പർ ആണ്, 3ാമത്തെ ഷെല്ലിലാണ് ഇരിക്കുന്നത്. സോ എന്നിന്റെ വാല്യൂ 3. L അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ സബ് ഷെല്ലിന്റെ വാല്യൂ ആണ്. ഇവിടെ S സബ് ഷെല്ലിലാണ് അല്ലെ. എല്ലിന് എങ്ങനെയാ വാല്യൂസ് വരിക? എല്ലിന് എങ്ങനെയാ മക്കളെ വാല്യൂസ് വരിക? S സബ് ഷെല്ലിലാണെങ്കിൽ 0 ആണ് വാല്യൂസ് വരിക. P-യിലാണെങ്കിൽ 1, D-യിലാണെങ്കിൽ 2, F-യിലാണെങ്കിൽ 3 അല്ലെ. ഇവിടെ S സബ് ഷെല്ലിലാണ്. സോ എല്ലിന്റെ വാല്യൂ 0 ആണ്. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിന് എങ്ങനെയാ വാല്യൂസ് വരിക? -L to +L വരെയാണ് അല്ലെ. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ സോ എമ്മിന്റെ വാല്യൂ 0 ആണ്. ഇനി സ്പിൻ എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആയിരിക്കും. 4 ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിമം എനർജി ഉള്ള ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് അല്ലെ. ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം the metal surface when a light of minimum energy strikes it. അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസി ഉള്ള ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് അവന്റെ പാട് നോക്കി ഇറങ്ങി പോകുന്നതിനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയാം. ഇനി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിനും no 2 electron in an atom can have 4 set of ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ. 2 ഇലക്ട്രോണിന് ഒരിക്കലും 4 ക്വാണ്ടം നമ്പേഴ്സും ഒരേപോലെ ആവില്ല. അവരുടെ പ്രിൻസിപ്പൽ അസിമുതൽ മാഗ്നറ്റിക് വരെ ഈക്വൽ ആവും. പക്ഷെ സ്പിന്ന് ഒരാൾ പ്ലസ് ആണെങ്കിൽ മറ്റേ ആള് മൈനസ് ആയിരിക്കും. no 2 electron in an atom can have same set of all 4 ക്വാണ്ടം നമ്പേഴ്സ്. ഇതാണ് നമ്മുടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇത് മാത്രമല്ല, നിങ്ങൾ ഹൺസ് റൂൾ പഠിക്കണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത്. വോഫ് പ്രിൻസിപ്പിൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ, നോക്കിക്കോ. ദ സ്ട്രക്ചർ ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ ഇസ് യെസ്. അപ്പൊ നമ്മൾ 19 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 20th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഈ വീഡിയോ കണ്ട് പൂർത്തിയാക്കുന്ന എന്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ മക്കളെ, നിങ്ങൾ എല്ലാവരും ഇന്നത്തെ നമ്മുടെ ആ ഒരു സൂപ്പർ 60 ലൈവിൽ ഉണ്ടാവണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവാണ് ഇത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാനുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ സൂപ്പർ 60 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. സോ നമുക്ക് ലൈവിൽ കാണാം. ബൈ.